everyone, welcome to Exam Y Learning. അപ്പോൾ നമ്മുടെ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട് കൊല്ലപരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സോഷ്യൽ സയൻസിലെ കുറച്ച് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ത്രൂ ദ ഓഷ്യൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മക്കൾ നിർബന്ധമായിട്ടും എക്സാമിന് പഠിച്ചു പോവേണ്ട ടോപ്പിക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്ന് പഠിച്ച് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക്സ് മുഴുവൻ മക്കൾ പഠിച്ചു പോയാൽ തന്നെ മക്കൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ സ്കോർ നേടാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ത്രൂ ദ ഓഷ്യൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങളിലൂടെ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് മക്കളെ എന്ത്, വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജലപരിവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വാട്ടർ സൈക്കിൾ? വാട്ടർ സൈക്കിൾ ഈസ് ദ കണ്ടിന്യൂസ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ഓൺ ദ എർത്ത്. അതായത് ഭൂമിക്കുള്ളിലും ഭൗമോപരിതലത്തിലും, അതായത് നമ്മുടെ എർത്തിന്റെ സർഫേസിലും എർത്തിലും അന്തരീക്ഷത്തിലും അറ്റ്മോസ്ഫിയറിലും ഉള്ള ജലത്തിന്റെ ചക്രിക ചലനമാണ് എന്ത്, ജലപരിവൃത്തി. അതായത് വാട്ടർ സൈക്കിൾ ഇസ് ദ കണ്ടിന്യൂസ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ഓൺ ദ എർത്ത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്ന് നോക്കിക്കേ മക്കളെ, നമ്മുടെ വാട്ടർ സൈക്കിളിന്റെ ജലപരിവൃത്തിയുടെ എന്ത് തന്നിട്ടുണ്ട് ഇമേജ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമേജ് ആണല്ലേ. അപ്പൊ എന്താണ്, നമ്മുടെ ഓഷ്യനിലും അതുപോലെ തന്നെ കാണുന്നില്ല, നമ്മുടെ ഓഷ്യനിലും തടാകങ്ങൾ അതായത് ലേക്സിലും ഒക്കെയുള്ള റിവേഴ്സിലുള്ള വെള്ളം എന്ത് ചെയ്യും, ഇവാപ്പറേഷൻ നടന്നിട്ട് അല്ലെങ്കിൽ ബാഷ്പീകരണം ഇവാപ്പറേഷൻ നടന്നിട്ട് എന്ത് ചെയ്യും, മുകളിലോട്ട് പോവും. ഈ മുകളിലോട്ട് പോയിട്ടുള്ള വാട്ടർ വേപ്പേഴ്സ് ആയിട്ടാണല്ലോ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നത്. ഈ വേപ്പേഴ്സ് എന്ത് ചെയ്യും, ഘനീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ നടന്നിട്ട് അവിടെ ക്ലൗഡ്സ് ആയിട്ട് ഫോം ചെയ്യും. കണ്ടല്ലോ, ക്ലൗഡ്സ് ഫോം ചെയ്യും. എന്നിട്ട് ഈ ക്ലൗഡ്സിൽ നിന്നും എന്ത് ചെയ്യും, പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ വർഷണം സംഭവിച്ചിട്ട് ഈ ക്ലൗഡ്സിൽ നിന്നുള്ള വെള്ളം എന്ത് ചെയ്യും, വീണ്ടും മഴയായിട്ട് നമ്മുടെ ഭൂമിയിലോട്ട് തന്നെ വരും. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു കൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ എർത്തിലുള്ള വെള്ളം ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ബാഷ്പീകരണം സംഭവിച്ച് മുകളിൽ പോകുന്നു. അവിടെ നിന്ന് ഘനീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ നടന്നിട്ട് അത് ക്ലൗഡ്സ് ആവും. ഈ ക്ലൗഡ്സ് എന്ത് ചെയ്യും, പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു, വർഷണം സംഭവിച്ചിട്ട് മഴയായിട്ട് വീണ്ടും ഭൂമിയിലോട്ട് തന്നെ പോകും. അപ്പൊ ഈ ഒരു സൈക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ വാട്ടർ സൈക്കിൾ അല്ലെങ്കിൽ ജലപരിവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ. ഈ ഇമേജ് തന്നിട്ട് ഇവിടെയൊക്കെ ബ്ലാങ്ക് തന്നിട്ട് ഏതൊക്കെയാണ് ഈ ടേംസ് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം പോവാൻ. ഇനി അടുത്തത് നോക്കിക്കേ, ഇനി അടുത്ത വീണ്ടും തന്നിട്ടുണ്ട്. ഇതിൽ മക്കള് നോക്കേണ്ടത് എന്താണ്, നമ്മുടെ എർത്തില് ഓഷ്യൻ വാട്ടറും അതുപോലെ മറ്റു സലൈൻ വാട്ടറും അതായത് സമുദ്രജലവും ലവണജലവും എത്ര പെർസെൻറ്റേജ് ആണ്, 97% എന്താണ് ഓഷ്യൻ വാട്ടർ അല്ലെങ്കിൽ സമുദ്രജലമാണ് അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ ആണ്, ഉപ്പ് വെള്ളമാണ്. ഓക്കെ, അതിൽ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് ബാക്കി 3% മാത്രമേ എന്തുള്ളൂ, ശുദ്ധജലം എന്ന് പറയുന്നതുള്ളൂ. ഓക്കെ ആണല്ലോ. അതിൽ തന്നെ കണ്ടോ, അണ്ടർഗ്രൗണ്ട് വാട്ടർ, നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലം എന്ന് പറയുന്നത് ഈ 3%-ന്റെ 30% എന്ത്, 3%-ന്റെ 30% എന്ത് വരുന്നത്, ഭൂഗർഭജലം അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ മക്കൾ ഇവിടെ ഇത് രണ്ടും നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം, പഠിച്ചിട്ട് പോവുക. വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാം. അടുത്ത ചോദ്യം എന്താണ്, ചോദ്യമല്ല, അടുത്ത ടോപ്പിക് എന്താണ്, നമ്മുടെ വേൾഡ് ഓഷ്യൻ ഡേ എന്ന് പറയുന്നത് ഏതാണ്, ജൂൺ 8 ഒരു ക്വസ്റ്റ്യൻ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യന് ചാൻസ് ഉണ്ടല്ലേ. അപ്പോ ഓഷ്യൻ ഡേ സമുദ്ര ദിനം എന്നാണ് മക്കളെ, ജൂൺ 8. ഓക്കെ, അതുപോലെ തന്നെ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഓഷ്യൻസ് എന്താണ്, ഓഷ്യനോഗ്രഫി. അപ്പോ നമ്മുടെ സമുദ്രങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്, ഓഷ്യനോഗ്രഫി അല്ലെങ്കിൽ സമുദ്രശാസ്ത്രം എന്ന് പറയുന്നത്. ലോക സമുദ്ര ദിനം എന്നാണ്, ജൂൺ 8. ഓക്കെ ആണല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, നമ്മൾ കുറച്ച് ടേംസ് പഠിക്കുന്നുണ്ട് അല്ലേ. കടൽ എന്താണ്, ഉൾക്കടൽ എന്താണ്, കടലിടുക്ക് എന്താണ് അല്ലെങ്കിൽ സീ എന്താണ്, ബേ എന്താണ്, സ്ട്രെയിറ്റ് എന്താണ്. ഇപ്പൊ എന്താണ് മക്കളെ സീ എന്ന് പറയുന്നത്, എ പാർട്ട് ഓഫ് ഓഷ്യൻ ദാറ്റ് ഈസ് പാർഷ്യലി സറൗണ്ടഡ് ബൈ ലാൻഡ് ഈസ് കോൾഡ് എ സീ. എന്താണ്, ഓഷ്യന്റെ ഒരു ഭാഗമാണ്, അതിന്റെ ചുറ്റും എന്താണ്, പാർഷ്യലി സറൗണ്ടഡ് ബൈ ലാൻഡ് അല്ലേ. അപ്പൊ എന്താണ്, ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്ര ഭാഗമാണ് എന്ത്, നമ്മുടെ കടൽ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് അറേബ്യൻ സീ, അറബിക്കടൽ എന്ന് പറയുന്നത്. കണ്ടോ,
അതിന്റെ ഒരു സൈഡിൽ എന്തുണ്ട്? നമ്മുടെ കേരള, ഗോവയൊക്കെ വരുന്ന നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് സൈഡ് ഉണ്ട് അല്ലേ? അപ്പോൾ അതാണ് എന്ത്? അറേബ്യൻ സീ. എന്താണ് സീ എന്ന് പറയുന്നത്? എന്താണ്? ഒരു സൈഡ് പാർഷ്യലി സറൗണ്ടഡ് ബൈ ലാൻഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഉൾക്കടൽ അല്ലെങ്കിൽ ബേ എന്താണ്? കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗമാണ് ഉൾക്കടൽ. എന്താണ്? ബേ ഈസ് എ പാർട്ട് ഓഫ് ദ ഓഷ്യൻ ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഇൻ ടു ദ ലാൻഡ്. നമ്മുടെ കരയുടെ ഉള്ളിലോട്ട് വരുന്ന ഭാഗമാണ് എന്ത്? ബേ അല്ലെങ്കിൽ ഉൾക്കടൽ. ഉള്ളിലോട്ട് വരുന്നത് കൊണ്ട് ഉൾക്കടൽ. ഓക്കെ ആണല്ലോ. അതിന്റെ എക്സാമ്പിൾ ആണ് ബംഗാൾ ഉൾക്കടൽ, ദ ബേ ഓഫ് ബംഗാൾ. നോക്കിക്കേ മക്കളെ, ഇതാണ് നമ്മുടെ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. കണ്ടോ, നമ്മുടെ ഇന്ത്യയുടെ ഈ സൈഡിലും ലാൻഡ് ഉണ്ട്, ഈ സൈഡിലും ലാൻഡ് ഉണ്ട്. അതിനകത്തോട്ട് കണ്ടോ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇവിടെ ബംഗ്ലാദേശ് ഉണ്ട്. അപ്പൊ അതിന്റെ അടുത്തോട്ട് കയറി വരുന്നത് കൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്? ബേ, ഉൾക്കടൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ കടലിടുക്ക്. എന്താണ്? A strait is a narrow strip of water that connects two seas or oceans and is located between land areas. Example, the Park Strait. നോക്കിക്കേ മക്കളെ, രണ്ട് കടലുകളെയോ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് എന്ത്? കടലിടുക്ക്. എക്സാമ്പിൾ എന്താണ്? പാക് കടലിടുക്ക്. നോക്കിക്കേ, കണ്ടോ പാക് കടലിടുക്ക്. കണ്ടോ, നമ്മുടെ അറബിക്കടലിനെയും ബേ ഓഫ് ബംഗാളിനെയും ബംഗാൾ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ചെറിയ വീതി കുറഞ്ഞിട്ടുള്ള ഭാഗമാണ് എന്ത്? സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കണ്ട എക്സാമ്പിൾ. നോക്കിക്കേ, പാക് കടലിടുക്ക്. കണ്ടില്ലേ? അടുത്തത് നോക്കിക്കേ, ഇനി നമുക്ക് ചിത്രം തന്നിട്ടുള്ളത് നമ്മുടെ വേൾഡിലുള്ള ഇമ്പോർട്ടൻ്റ് ഓഷ്യൻസിന്റെ ഒരു മാപ്പാണ്. നോക്കിക്കേ, ഏതൊക്കെയാണ് നമ്മുടെ ഓഷ്യൻസ് വരുന്നത്? വി ഹാവ് ആർട്ടിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, പസഫിക് ഓഷ്യൻ, സതേൺ ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ. 5 ഓഷ്യൻസ് ആണ്, സമുദ്രങ്ങളാണുള്ളത്. 5 സമുദ്രങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ആർട്ടിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം, ദക്ഷിണ സമുദ്രം, നമ്മുടെ ഇന്ത്യൻ സമുദ്രം. അപ്പൊ ഇനി നമ്മൾ ഓരോ സമുദ്രങ്ങളെയും ഓരോ ഓഷ്യൻസിനെയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഏതാണ് ആദ്യം പഠിക്കുന്നത്? നമ്മൾ പസഫിക് ഓഷ്യനെയാണ് പഠിക്കുന്നത് അല്ലേ? പസഫിക് ഓഷ്യൻ ആണ് എന്ത്? നമ്മുടെ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഓഷ്യൻ ആണ് എന്ത്? പസഫിക് ഓഷ്യൻ. പിന്നെ അതിന്റെ പ്രത്യേകത എന്താ നോക്കിക്കേ, 1/3 ഓഫ് എർത്ത് സർഫേസ് കവേർഡ്. അപ്പൊ നമ്മുടെ ഭൂമിയുടെ 1/3 ഭാഗവും കവർ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്? പസഫിക് ഓഷ്യൻ കൊണ്ടാണ്. ലാർജസ്റ്റ് നമ്പർ ഓഫ് ഐലൻഡ്സ്, ഏറ്റവും കൂടുതൽ ഐലൻഡ് ഉള്ളത് ഏത് ഓഷ്യനിലാണ്? പസഫിക് ഓഷ്യനിലാണ്. എക്സാമ്പിൾ ആണ് എന്ത്? നമ്മുടെ ജപ്പാനൊക്കെ വരുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ചലഞ്ചർ ഡീപ്പ് ആൻഡ് മരിയാന ട്രെഞ്ച്. അപ്പൊ നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ആഴം കൂടിയിട്ടുള്ള പോയിന്റ് ആയിട്ടുള്ള മരിയാന ട്രെഞ്ച് ഒക്കെ എവിടെയാണ്? നമ്മുടെ പസഫിക് ഓഷ്യനിലാണ്. നോക്കിക്കേ, ഏറ്റവും വിസ്തൃതിയുള്ളതും ഏറ്റവും ആഴമേറിയതുമായിട്ടുള്ള സമുദ്രമാണ് എന്ത്? പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ 1/3 ഭാഗം പസഫിക് സമുദ്രം ഉൾക്കൊള്ളുന്നു. ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ളത് പസഫിക് സമുദ്രത്തിലാണ്. മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ സ്ഥലം. ഓക്കെ ആണല്ലോ. അടുത്ത ഓഷ്യൻ ഏതാണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് സമുദ്രത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് പസഫിക് ഓഷ്യൻ ആണല്ലോ. അപ്പൊ സെക്കൻഡ് ലാർജസ്റ്റ് ആണ് എന്ത്? അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് ഓഷ്യൻ ലൈക്ക് ദ ലെറ്റർ എസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ ഈ അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലെറ്ററിലെ എസ് പോലെയാണ്. ഇങ്ങനെയാണ് എന്ത്? നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദ ബിസിയസ്റ്റ് സീ റൂട്ട് ഇൻ ദ വേൾഡ്. അപ്പൊ നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള സീ റൂട്ട് ഏതാണ്? അറ്റ്ലാന്റിക് ഓഷ്യനിലാണുള്ളത്. അതുപോലെ തന്നെ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് സിറ്റുവേറ്റഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷ്യൻ. ഈ ഓഷ്യന്റെ അറ്റ്ലാന്റിക് ഓഷ്യന്റെ മിഡിലാണ് എന്ത് സിറ്റുവേറ്റ് ചെയ്യുന്നത്? മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ The Milwaukee Deep in the Puerto Rico Trench is the deepest point. അറ്റ്ലാന്റിക് ഓഷ്യനിലുള്ള ഡീപ്പസ്റ്റ് പോയിന്റ് ആണ് എന്ത്? മിൽവോക്കി ഡീപ്പ് എന്ന് പറയുന്നത്. അതെവിടെയാണ്? അത് പോർട്ടോറിക്കോ ട്രെഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്. നോക്കിക്കേ, വിസ്തൃതിയിൽ 2ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് എന്ത്? അറ്റ്ലാന്റിക് ഓഷ്യൻ.
അറ്റ്ലാന്റിക് സമുദ്രം. ഇംഗ്ലീഷ് അക്ഷരമായ എസ് പോലെ സമാനമായ ആകൃതിയാണ് ഇതിന്. ഏറ്റവും തിരക്കേറിയ സമുദ്ര ഗതാഗതം നടക്കുന്ന സമുദ്രമാണ് ഏത്? അറ്റ്ലാന്റിക് സമുദ്രം. അതുപോലെ തന്നെ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മിഡിൽ അറ്റ്ലാന്റിക് റിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. പോർട്ടോറിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പാണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഡീപ്പായിട്ടുള്ള ഭാഗം. ഓക്കെ, ഏറ്റവും ആഴമേറിയ ഭാഗം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കിക്കേ. അടുത്ത മൂന്നാമത്തെ സമുദ്രമാണ് എന്ത്? ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ സമുദ്രം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഓഷ്യന്റെ പ്രത്യേകത എന്താണ്? പേര് കേട്ടാൽ തന്നെ അറിയാം. എന്താണ്? ഓൺലി എ ഓഷ്യൻ നെയിംഡ് ആഫ്റ്റർ എ കൺട്രി. ഒരു രാജ്യത്തിന്റെ പേരിലുള്ള ഏക ഓഷ്യൻ ആണ് എന്ത്? ഇന്ത്യൻ ഓഷ്യൻ. ദ ബേ ഓഫ് ബംഗാൾ ആൻഡ് ദ അറേബ്യൻ സീ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മക്കളെ? ഇന്ത്യൻ ഓഷ്യനിലാണ്. അതുപോലെ തന്നെ ഏറ്റവും ഡീപ്പസ്റ്റ് പാർട്ട് ഏതാണ്? ജാവ ട്രെഞ്ച് ആണ് ഇന്ത്യൻ ഓഷ്യനിലെ ഏറ്റവും ഡീപ്പസ്റ്റ് പാർട്ട്. അതുപോലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, മാൽഡീവ്സ്, ശ്രീലങ്ക ഒക്കെയാണ് എന്ത്? മേജർ ഐലൻഡ്സ്. ഇന്ത്യൻ ഓഷ്യനിലുള്ള മേജർ ഐലൻഡ്സ് ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ലക്ഷദ്വീപ്, മാൽഡീവ്സ് ആൻഡ് ശ്രീലങ്ക. അതുപോലെ ദ മലാക്ക സ്ട്രൈറ്റ് കണക്ട്സ് ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ പസഫിക് ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും കണക്ട് ചെയ്യുന്നതാണ് ഇത് മലാക്ക സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ വേറൊരു സ്ട്രൈറ്റ് നേരത്തെ പഠിച്ചു അല്ലേ? ഏതാണ്? പാക് സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നോക്കിക്കേ, ഇന്ത്യൻ സമുദ്രം ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് എന്ത്? ഇന്ത്യൻ സമുദ്രം. വിസ്തൃതിയിൽ 3-ാം സ്ഥാനത്തുള്ള സമുദ്രമാണിത്. ഓക്കെ, 3rd ലാർജസ്റ്റ് ആണ്. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ എവിടെയാണ്? ഈ ഇന്ത്യൻ സമുദ്രത്തിലാണ്. സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് ജാവ ട്രെഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, മാലിദ്വീപ്, ശ്രീലങ്ക ഒക്കെ ഏതാണ്? ഇന്ത്യൻ ഓഷ്യനിലുള്ള, ഇന്ത്യൻ സമുദ്രത്തിലുള്ള ദ്വീപുകളാണ്. മലാക്ക കടലിടുക്ക് ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന സ്ട്രൈറ്റ് കടലിടുക്കാണ് മലാക്ക കടലിടുക്ക്. ഓക്കെ ആണല്ലോ. അടുത്തത് 4ാമത്തെ ഓഷ്യനാണ് ഏത്? ദ സദേൺ ഓഷ്യൻ. ദക്ഷിണ സമുദ്രം എന്ന് പറയുന്നത്. സദേൺ ഓഷ്യൻ സറൗണ്ട്സ് അന്റാർട്ടിക്ക ടു ഓൾമോസ്റ്റ് 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അന്റാർട്ടിക്കയുടെ 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് വരെ സറൗണ്ട് ചെയ്യുന്നതാണ് എന്ത്? സദേൺ ഓഷ്യൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷെയർസ് ഇറ്റ്സ് ബോർഡേഴ്സ് വിത്ത് ഓൾ ദ ഓഷ്യൻസ് എക്സെപ്റ്റ് ദ ആർട്ടിക് ഓഷ്യൻ. സദേൺ ഓഷ്യന്റെ പ്രത്യേകത എന്താണ്? അത് 5 ഓഷ്യനിൽ ബാക്കി 3 ഓഷ്യൻ, അതായത് ആർട്ടിക് ഓഷ്യൻ ഒഴികെയുള്ള മറ്റു 3 ഓഷ്യൻസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് അതിന്റെ അതിർത്തി പങ്കിടുന്നുണ്ട്. 4th ഇൻ പൊസിഷൻ വിത്ത് റിഗാർഡ് ടു ഇറ്റ് സൈസ്. അപ്പോൾ 4ാമത്തെ വലുതാണ് ഏത്? സദേൺ ഓഷ്യൻ എന്ന് പറയുന്നത്. ഡോളിമാൻ ആൻഡ് ഹെർഡ് ആർ സം ഓഫ് ദ ഐലൻഡ്സ്. ചില ഐലൻഡ്സിന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ദ ഫാക്ടോറിയൻ ഡീപ്പ് ഇൻ ദ സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ച് ഈസ് ദ ഡീപ്പസ്റ്റ് പോയിന്റ്. അപ്പോൾ സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ചിലുള്ള ഫാക്ടോറിയൻ ഡീപ്പാണ് ഏത്? സദേൺ ഓഷ്യനിലുള്ള ഏറ്റവും ആഴം കൂടിയ ഡീപ്പസ്റ്റ് പോയിന്റ്. നോക്കിക്കേ, അന്റാർട്ടിക്കയെ ചുറ്റിപ്പറ്റി ഏകദേശം 60 ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിന് സമീപമായി ദക്ഷിണ സമുദ്രം വ്യാപിച്ചു കിടക്കുന്നു. ആർട്ടിക് സമുദ്രം ഒഴികെയുള്ള മറ്റ് സമുദ്രങ്ങളുമായി ഇതെന്ത് ചെയ്യുന്നു? ഇത് അതിർത്തി പങ്കിടുന്നുണ്ട്. വിസ്തൃതിയിൽ 4-ാം സ്ഥാനമായിട്ടുള്ള സമുദ്രമാണ് എന്ത്? നമ്മുടെ ദക്ഷിണ സമുദ്രം. ഡോൾമൻ ദ്വീപും അതുപോലെ തന്നെ ഹെർഡ് ദ്വീപും എവിടെയാണ്? നമ്മുടെ ദക്ഷിണ സമുദ്രത്തിലാണ്. സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ചിലെ ഫാക്ടോറിയൻ ഡീപ്പാണ് ഏറ്റവും ആഴമേറിയ ഭാഗം. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ അവസാനത്തെ ഏറ്റവും ചെറിയ സമുദ്രമാണ് എന്ത് മക്കളെ? ആർട്ടിക് ഓഷ്യൻ. മോസ്റ്റ്ലി വിത്തിൻ ദ ആർട്ടിക് സർക്കിൾ. ഏറ്റവും അത് എവിടെ തന്നെയാണുള്ളത്? ആർട്ടിക് സർക്കിളിൽ തന്നെയാണ് ഈ ഒരു സമുദ്രം ഉള്ളത്. ദ നോർത്ത് പോൾ ഈസ് ഇൻ ദ ആർട്ടിക് ഓഷ്യൻ. ആർട്ടിക് ഓഷ്യനിലാണ് എന്ത്? നമ്മുടെ നോർത്ത് പോള് സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് ഓഷ്യനിലാണ്. സ്മോളസ്റ്റ് ആൻഡ് ഷാലോവസ്റ്റ് ഓഷ്യൻ. ഏറ്റവും ചെറുതും ഏറ്റവും ആഴം കുറഞ്ഞതും ഏതാണ്? ഷാലോ ആയിട്ടുള്ളതും ആർട്ടിക് ഓഷ്യൻ ആണ്. മോസ്റ്റ്ലി ഫ്രോസൺ ത്രൂ ഔട്ട് ദ ഇയർ. മക്കളെ, ഒരു വർഷത്തിൽ അധിക സമയത്തും ഇതെന്താണ്? ഇത് ഐസായിട്ട് ഫ്രോസൺ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ.
നോർത്തേൺ മോസ്റ്റ് ബോർഡേഴ്സ് ഓഫ് ഏഷ്യ, യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക. നോർത്തേൺ മോസ്റ്റ് ആയിട്ടുള്ള ഏഷ്യയുടെയും യൂറോപ്പിന്റെയും നോർത്ത് അമേരിക്കയുടെയും നോർത്തേൺ മോസ്റ്റ് ബോർഡർ ഏതാണ്? ആർട്ടിക് ഓഷ്യൻ ആണ് വരുന്നത്. നോക്കിക്കേ, മിക്ക ഭാഗവും ആർട്ടിക് വൃത്തത്തിനുള്ള ഉള്ളിലാണ് എന്ത്? ഈ ആർട്ടിക് സമുദ്രത്തിൻ്റെത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഉത്തര ധ്രുവം നോർത്ത് പോൾ ആർട്ടിക് സമുദ്രത്തിലാണ്. ഏറ്റവും ചെറിയതും ഏറ്റവും കുറഞ്ഞ ആഴമുള്ളതുമായ സമുദ്രമാണ് ഏത്? ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. വർഷത്തിന്റെ മിക്ക കാലവും എന്താണ്? മഞ്ഞു മൂടിയ നിലയിലാണ് നമ്മുടെ ആർട്ടിക് സമുദ്രം കാണപ്പെടുന്നത്. ഏഷ്യ, യൂറോപ്പ്, ഉത്തര അമേരിക്ക എന്നിവയുടെ വടക്കേ അറ്റത്തെ അതിർത്തിയായി നിലകൊള്ളുന്നത് ഏതാണ് മക്കളെ? നമ്മുടെ ആർട്ടിക് സമുദ്രമാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിക്കുന്നത്, അപ്പൊ നമ്മൾ വാട്ടർ സൈക്കിള്, ജലപരിവൃത്തി പഠിച്ചു, ഡിഫറെന്റ് ഓഷ്യൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്? സമുദ്രവും മൂവ്മെന്റ്സും ആണ് പഠിക്കുന്നത്. ഓഷ്യൻ ആൻഡ് മൂവ്മെന്റ്സ്. ഓക്കെ, സമുദ്രങ്ങളും ചലനങ്ങളും, ഓഷ്യൻസ് ആൻഡ് മൂവ്മെന്റ്സ് ആ പഠിക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ ഓഷ്യനിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വ്യത്യസ്ത രീതിയിലുള്ള ചലനങ്ങളുണ്ട്, മൂവ്മെന്റുകളുണ്ട്. അപ്പൊ ആദ്യത്തേത് ഏതാ മക്കളെ? വേവ്സ്, തിരമാലകൾ അല്ലേ. വേവ്സ് ആർ യൂഷ്വലി ഫോംഡ് വെൻ ദ വിൻഡ് ബ്ലോസ് ഓവർ ദ സർഫേസ് ഓഫ് ദ വാട്ടർ. അപ്പൊ നമ്മുടെ ഓഷ്യന്റെ സർഫസിന്റെ മുകളിലൂടെ വിൻഡ് ബ്ലോ ചെയ്യുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? വേവ്സ് ഉണ്ടാവുന്നത്. ദീസ് കണ്ടിന്യൂസ് അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ദ ഓഷ്യൻ വാട്ടർ ആർ കോൾഡ് വേവ്സ്. അപ്പൊ മക്കളെ, ഇതാണ് നമ്മുടെ കടൽ എന്ന് വിചാരിച്ചേ. ഇപ്പൊ ഇവിടെ വിൻഡ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ കടലാണിത്, വിൻഡില്ല. ഇനി മുകളിൽ നിന്ന് ഇതാ നമ്മുടെ ആകാശമാണ്. ആകാശത്തുനിന്ന് എന്ത് വരുന്നു? കാറ്റ് വരുന്നു. മഴയല്ല കേട്ടോ ഇത്. നമ്മുടെ മേഘം എന്ത് ചെയ്യുന്നു? കുറച്ച് കാറ്റിങ്ങനെ വിടുന്നു, വീശുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ഈ വാട്ടർ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പൊ എങ്ങനെയാ അത് മൂവ് ചെയ്യുന്നതെന്നറിയോ? ഇറ്റ് മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ. ഇങ്ങനെ സി ബ്ലൂ ആയില്ലല്ലോ, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും വിൻഡ് വീശുമ്പോൾ. ഈ മൂവ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ വേവ്സ്, തിരമാലകൾ എന്ന് വിളിക്കുന്നത്. ഓഷ്യൻ വാട്ടർ മൂവ്മെന്റ്സ് ഇൻക്ലൂഡ് ഹൈ ടൈഡ്സ്, ലോ ടൈഡ്സ് ആൻഡ് ഓഷ്യൻ കറൻസ്. അപ്പോൾ വേവ്സ് മാത്രമല്ല എന്ത് സമുദ്രത്തിൽ ഉണ്ടാവുന്ന, ഓഷ്യനിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ് അല്ലെങ്കിൽ ചലനങ്ങൾ എന്ന് പറയുന്നത്. ഹൈ ടൈഡ്സ്, ലോ ടൈഡ്സ്, അതുപോലെ ഓഷ്യൻ കറൻസ് കൂടെ ഉണ്ട്. നമുക്ക് നോക്കാം. ആദ്യം സമുദ്രങ്ങളും ചലനങ്ങളും. ജലത്തിന്റെ ഉപരിതലത്തിന് മുകളിലൂടെ കാറ്റ് വീശുമ്പോഴാണ് സാധാരണയായി തിരമാലകൾ രൂപപ്പെടുന്നത്. സമുദ്രജലത്തിന്റെ ഈ തുടർച്ചയായ കണ്ടോ ഉയർച്ചയും താഴ്ചയും തിരമാലകൾ എന്നാണ് വിളിക്കുന്നത്. സമുദ്രജലത്തിന്റെ ചലനങ്ങളിൽ ഉയർന്ന തിരമാലകൾ നമ്മുടെ ഹൈ ടൈഡ്സ്, താഴ്ന്ന തിരമാലകൾ ലോ ടൈഡ്സ്, കൂടാതെ സമുദ്രധാരകൾ അതായത് ഓഷ്യൻ കറൻസ് കൂടെ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ എന്താ മക്കളെ ഹൈ ടൈഡ്സ് എന്ന് നോക്കിക്കേ. High tides and low tides are phenomena of rising and falling of sea level at fixed interval. Okay. അപ്പൊ നമ്മുടെ സമുദ്രത്തിന്റെ സീ ലെവല് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു സമുദ്രത്തിന്റെ ഡീപ്പ് ഡെപ്ത് നോക്കിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ് എന്ത്? സീ ലെവല്. ഈ സീ ലെവല് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ഉയരും, അതുപോലെ താഴും. അപ്പൊ ഇങ്ങനെ ഉയരുന്നതിനെയും താഴുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മുടെ റൈസ് ഇൻ ദ സീ ലെവൽ, നമ്മുടെ സീ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ, റൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? അതിനെ ഹൈ ടൈഡ് എന്ന് പറയും. ഇനി ഫോൾ ആണ് ചെയ്യുന്നത്, നമ്മുടെ സീ ലെവല് ഫോൾ ചെയ്യാണ്, കുറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ലോ ടൈഡ് എന്ന് പറയും. ഇനി ഓഷ്യൻ കറന്റ് എന്താണ്? ഓഷ്യൻ കറന്റ് ഈസ് എ ഫിനോമിന ബൈ വിച്ച് വാട്ടർ ഫ്ലോസ് ത്രൂ ദ ഓഷ്യൻ ഇൻ എ ഫിക്സഡ് ഡിറക്ഷൻ ത്രൂ എ ഫിക്സഡ് പാത്ത്. നമ്മുടെ ഓഷ്യനിലുള്ള വെള്ളം ഉണ്ടല്ലോ, ഒരു ഫിക്സഡ് ഡയറക്ഷനിൽ ഫിക്സഡ് പാത്തിലാണ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് എങ്കിൽ, ഇപ്പൊ ഇത് ഓഷ്യനാന്ന് വിചാരിച്ചേ, അതിങ്ങനെ ഇങ്ങോട്ട് മാത്രമേ പോകുന്നുള്ളൂ ഫിക്സഡ് പാത്തില്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങോട്ടൊന്നും പോവാണ്ട് അത് ഒരേ ഡയറക്ഷനിൽ മാത്രമേ പോകുന്നുള്ളൂ, ഒരേ പാത്തിലൂടെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഷ്യൻ കറന്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, നിശ്ചിത ഇടവേളകളിൽ സമുദ്ര ജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്ന പ്രതിഭാസങ്ങളെയാണ് ഉയർന്ന തിര, താഴ്ന്ന തിര എന്ന് വിളിക്കുന്നത്. സമുദ്ര ജലനിരപ്പ്, നമ്മുടെ സീ ലെവല്, സമുദ്ര ജലനിരപ്പ് ഉയരുന്നതിനെ ഉയർന്ന തിര ഹൈ ടൈഡ് എന്നും താഴുന്നതിനെ
താഴ്ന്ന തിര അല്ലെങ്കിൽ ലോ ടൈഡ് എന്നും പറയുന്നു. നിശ്ചിത ദിശയിലൂടെയും, ഇമ്പോർട്ടൻ്റ് ആണ്, ഫിക്സഡ് ഡിറക്ഷൻ, നിശ്ചിത ദിശയിലൂടെയും നിശ്ചിത പാതയിലൂടെയും സമുദ്രജലം ഒഴുകുന്ന പ്രതിഭാസത്തെയാണ് എന്ത് പറയുന്നത്? സമുദ്രധാര അല്ലെങ്കിൽ ഓഷ്യൻ കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ? ഇനി നമ്മുടെ അവസാനത്തെ ടോപ്പിക്കിൽ ഓഷ്യൻസ് എങ്ങനെയാണ് നമ്മുടെയൊക്കെ ലൈഫിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത്? ഹൗ ഡു ഓഷ്യൻസ് ഇൻഫ്ലുവൻസ് അവർ ലൈഫ്? നമ്മുടെ മനുഷ്യരുടെ, ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫ്സിനെ എങ്ങനെയാണ് ഓഷ്യൻസ് എന്ത് ചെയ്യുന്നത്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എങ്ങനെയാണ് മക്കളെ? നമ്മൾ ഓഷ്യൻ, ഒരുപാട് കാര്യങ്ങളിൽ ഓഷ്യന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് വൺ എന്താണ്? റെഗുലേറ്റ് ദ ക്ലൈമറ്റ്. നമ്മുടെ കാലാവസ്ഥയെ റെഗുലേറ്റ് ചെയ്യുന്നതിന് ഓഷ്യൻസിന് എന്നിട്ട് വളരെ വലിയ പങ്കുണ്ട്. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ എന്താ? ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ? നമ്മുടെ നേവി അതുപോലെയുള്ള ഷിപ്പ് യാർഡ്സിലൊക്കെ എന്തുണ്ട്? മനുഷ്യരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ടൂറിസം അല്ലേ? ഒരുപാട് ടൂറിസം നടക്കുന്നില്ലേ? നമ്മൾ ഒരുപാട് എന്തിനു പോവും? വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഇപ്പം ഉണ്ടല്ലേ? അപ്പം അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓഷ്യൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഷറി, നമ്മളൊക്കെ ഫിഷ് കഴിക്കുന്നവരല്ലേ? അപ്പോൾ നമുക്ക് ഫിഷ് കഴിക്കാൻ മാത്രമല്ല, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? മുക്കുവന്മാർ, ഫിഷർമാൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ബോട്ട്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ജോബ്, അതുപോലെ ഒരുപാട് രീതിയിൽ നമ്മളെ ഓഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സമുദ്രങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? കാലാവസ്ഥ നിയന്ത്രിക്കുന്നു, റെഗുലേറ്റ് ദ ക്ലൈമറ്റ്. തൊഴിലവസരങ്ങൾ നൽകുന്നു, ജോബ് ഓപ്പർച്യൂണിറ്റീസ്. സഞ്ചാര സാധ്യതകൾ അല്ലെങ്കിൽ ടൂറിസം. ഫിഷറി അല്ലെങ്കിൽ ഫിഷിംഗ്, മത്സ്യബന്ധനം. ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സമുദ്രങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതല്ലാണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ഓഷ്യൻസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇനി അവസാനമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് എന്ത്? വാട്ടർ പൊല്യൂഷൻ അല്ലെ? ഓഷ്യൻ പൊല്യൂഷൻ. നമ്മൾ എന്ത് ചെയ്യും? ഈ ഷിപ്പിൽ നിന്നൊക്കെ എന്ത് വരുന്നുണ്ട്? ഒരുപാട് ലിക്വിഡ്സ് അല്ലെങ്കിൽ എന്ത് പറയാ, നമുക്ക് ഇന്ധനം, ഫ്യൂവലൊക്കെ നമ്മുടെ എന്ത് സംഭവിക്കും? ഓഷ്യനിലെ വാട്ടറിൽ മിക്സ് ആവും. അതുപോലെ നമ്മൾ തന്നെ ബീച്ചിലൊക്കെ പോയാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മുടെ വേസ്റ്റ് ഒക്കെ അവിടെ ഇട്ടിട്ട് പോരുമല്ലേ? അപ്പോൾ ഈ വേവ്സ് വരുമ്പോൾ നമ്മുടെ ഈ മണലിൽ നിന്ന് എന്ത് ചെയ്യും? ഈ വേസ്റ്റും കൂടെ എടുത്തിട്ടാണ് എവിടെ പോകുന്നത്? തിരിച്ച് ഓഷ്യനിലോട്ട് തന്നെ തിരിച്ചു പോകുന്നത് വേവ്സ് അല്ലെങ്കിൽ ടൈഡ്സ്. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മളൊക്കെ അറിയാതെ തന്നെ ഓഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്, മലിനീകരണം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഷ്യനെ കൺസേർവ് ചെയ്യാൻ പറ്റുക? കൺസർവേഷൻ ഓഫ് ഓഷ്യന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മുടെ സമുദ്രത്തെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? നോക്കിക്കേ, ഹൗ ടു കൺസേർവ് ഓഷ്യൻ. പ്രിവെന്റ് പ്ലാസ്റ്റിക്. നമുക്ക് എന്ത് ചെയ്യാം? പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറക്കാം, പ്രിവെന്റ് ചെയ്യാം. കെമിക്കൽസ്, അതുപോലെ കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഓഷ്യനിൽ എത്തുന്നത്, റീച്ച് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം? പ്രിവെന്റ് ചെയ്യാം. നമ്മൾ പോയിട്ട് നമ്മൾ കടലിൽ കളിക്കൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴി എന്ത് ചെയ്യാതിരിക്കുക? നമ്മളെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ആ ബീച്ചിൽ തന്നെ അല്ലെങ്കിൽ ആ കടലിൽ തന്നെ ഇടാണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരിക. ഓക്കെ ആണല്ലോ? കീപ് ദ കോസ്റ്റ് ഫ്രീ ഫ്രം പൊല്യൂഷൻ. അതുപോലെ എന്ത് ചെയ്യാം? നമുക്ക് കടൽ തീരത്ത് മലിനീകരണം ഉണ്ടാക്കുന്നത് കുറക്കാം. ക്രിയേറ്റ് അവയർനെസ് ഓൺ കൺസർവേഷൻ ഓഫ് ഓഷ്യൻ. നമ്മുടെ ഓഷ്യൻ കൺസേർവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അവയർനെസ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാം. കൺട്രോൾ അൺസസ്റ്റൈനബിൾ ഫിഷിംഗ്. അപ്പോൾ ഒരുപാട് ടൈപ്സ് ഓഫ് ഫിഷിംഗ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. അതുപോലെ പ്രിസർവ് ദ മറൈൻ എക്കോസിസ്റ്റം. എഗെയിൻ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇടുമ്പം അത് ബാധിക്കുന്നത് മനുഷ്യരെക്കാൾ കൂടുതൽ ആരെയാണ്? സമുദ്രത്തിൽ ഓൾറെഡി ഉള്ള ലിവിങ് ഓർഗാനിസംസിനെയാണ്, അതായത് മറൈൻ എക്കോസിസ്റ്റത്തിനെയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യാം? നമുക്ക് ഈ മറൈൻ എക്കോസിസ്റ്റത്തിനെ നമ്മൾ പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓഷ്യൻ പൊല്യൂഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? നോക്കിക്കേ മക്കളെ, സമുദ്രങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം? പ്ലാസ്റ്റിക്, രാസവസ്തുക്കൾ തുടങ്ങിയവ സമുദ്രത്തിലേക്ക് എത്തുന്നത് തടയുക. തീരപ്രദേശങ്ങൾ മലിനീകരണമില്ലാതെ സംരക്ഷിക്കുക. സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക. നിയന്ത്രണമില്ലാത്ത മത്സ്യബന്ധനം എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക. സമുദ്ര ജീവജാല വ്യവസ്ഥ, മറൈൻ എക്കോസിസ്റ്റം എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ത്രൂ ദ ഓഷ്യൻസ് എന്ന് പറഞ്ഞ സമുദ്രങ്ങളിലൂടെ
എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ മിടുക്കരായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് കാണുക, മിടുക്കരായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. നിർബന്ധമായിട്ടും സോഷ്യൽ സയൻസ് ഒക്കെ നിങ്ങൾ മറക്കാതെ, എനിക്കറിയാം എന്താണ് സോഷ്യൽ സയൻസിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ സയൻസിൻ്റെ പോലെയല്ല അല്ലേ, കുറേ വായിക്കാനുണ്ട്. നമുക്ക് വായിക്കുന്ന സമയത്ത് എന്ത് തോന്നും, ഇതൊക്കെ പഠിക്കണം എന്ന് തോന്നും. പക്ഷേ മാം ഇപ്പോൾ ഓൾറെഡി ഉള്ള വലിയൊരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആക്കിയിട്ട് നമ്മൾ ഇന്ന് കവർ ചെയ്തു അല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ എന്ത്, സോഷ്യൽ സയൻസ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, മക്കൾ മിടുക്കരായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. നിങ്ങൾക്ക് ടീച്ചേഴ്സ് സ്കൂളിൽ നോട്ടൊക്കെ തന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് പോവുക. നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, അപ്പോൾ ഉള്ള ദിവസം നന്നായിട്ട് പഠിച്ച് റിവൈസ് ചെയ്തിട്ട് സോഷ്യൽ സയൻസിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് ഫുൾ മാർക്ക് വേണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ബൈ, നമുക്കിനി വീണ്ടും കാണാം.